IPL 18-ാം അംഗത്തിൽ വിജയവഴിയിലെത്തിയ മുംബൈ ഇന്ത്യൻസ് LSG കടമ്പ കടക്കാനെത്തുന്നു ലക്നൌവിന്റെ സ്വന്തം മണ്ണിൽ. ലക്നൌവും 3 മത്സരത്തിൽ ഒരു ജയം മാത്രം നേടിയാണ് 4-ാം റൗണ്ട് പോരിന് ഒരുങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ ചെന്നൈയോടും 2-ാം മത്സരത്തിൽ ഗുജറാത്തിനോടും തോറ്റ മുംബൈ കൊൽക്കത്തയെ വാങ്കഡയിൽ തകർത്തുവിട്ട ആത്മവിശ്വാസവുമായാണ് LSGക്കെതിരെ ഇറങ്ങുന്നത്. കൊൽക്കത്തയെ ഈ IPL-ലെ ഏറ്റവും കുറഞ്ഞ സ്കോറായ 116 റൺസിന് എറിഞ്ഞൊതുക്കി 13-ാം ഓവറിൽ 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം കുറിച്ചാണ് മുംബൈ ഇറങ്ങുന്നത്. ഓപ്പണർ റിയാൻ റിക്കിൾട്ടൺ ഫോമിലേക്കെത്തിയതിന്റെ ആവേശമുണ്ട് മുംബൈക്ക്. അവസാന മത്സരത്തിൽ റിക്കിൾട്ടൺ നേടിയത് 62 റൺസ്. സൂര്യകുമാർ യാദവ് വെടിക്കെട്ട് തുടങ്ങിയതും മുംബൈക്ക് പ്രതീക്ഷ. വെറും 9 പന്തിൽ 27 റൺസാണ് സൂര്യ കൊൽക്കത്തയ്ക്കെതിരെ നേടിയത്. രോഹിത് ശർമ്മയുടെ മോശം ഫോമാണ് മുംബൈയെ അലട്ടുന്ന പ്രധാന പ്രശ്നം. മികച്ച തുടക്കം നൽകാൻ മുൻ നായകനാകുന്നില്ല. 2 മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായാണ് രോഹിത് കളിച്ചതും. എന്നാൽ ബാറ്റിംഗിൽ 3 മത്സരങ്ങളിലായി വെറും 21 റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായത്. നമുക്ക് കാണാം, ചെന്നൈക്കെതിരെ 0-ന് പുറത്തായ രോഹിത് ഗുജറാത്തിനെതിരെ നേടിയത് വെറും 8 റൺസാണ്. കൊൽക്കത്തയ്ക്കെതിരെ 13 റൺസാണ് രോഹിത്തിന് നേടാനായത്. രോഹിത് ശർമ്മ കൂടി ഫോമിലേക്ക് ഉയർന്നാൽ ബാറ്റിംഗിൽ മുംബൈക്ക് വലിയ ആശങ്കയില്ല. ഒരു മത്സരത്തിൽ പുറത്തിരുന്നെങ്കിലും വീണ്ടും വിക്കറ്റ് നേടിയ വിഘ്നേഷ് പുത്തൂരും ഇന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിഘ്നേഷ് കളത്തിലെത്തുമെങ്കിൽ രോഹിത് ശർമ്മ ഇമ്പാക്ട് പ്ലെയറായി കളിക്കും. ഇനി ലക്നൌ നിരയിലേക്ക് പോയാൽ ഈ IPL-ൽ മെഗാ താരലേലത്തിലൂടെ വൻ മാറ്റമുണ്ടാക്കിയ സംഘമായിട്ടും പുതിയ നായകൻ ഋഷഭ് പന്തിന് കീഴിൽ മികച്ച തുടക്കമിടാൻ LSGക്ക് സാധിച്ചില്ല. 3 കളികളിൽ ജയിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് മാത്രം. പക്ഷേ 3 കളികളിലും ബാറ്റർമാരുടെ മികച്ച പ്രകടനം ടീമിന് വരും മത്സരങ്ങളിലും പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ നായകൻ ഋഷഭ് പന്തിന്റെ മോശം ഫോമാണ് ടീമിന്റെ തലവേദന. നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ 3 മത്സരങ്ങളിൽ നിന്ന് ഋഷഭ് പന്ത് നേടിയത് വെറും 17 റൺസ് മാത്രമാണ്. ഡൽഹിക്കെതിരെ 0-ന് പുറത്തായ പന്ത് ഹൈദരാബാദിനെതിരെ 15-ഉം പഞ്ചാബിനെതിരെ 2 റൺസാണ് നേടിയത്. ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയിൽ നിന്നുള്ള സമ്മർദ്ദവും ഋഷഭ് പന്തിനെ അലട്ടുന്നുവെന്ന് വ്യക്തം. KL രാഹുലിനോട് മുൻപെന്നതുപോലെ ഋഷഭ് പന്തിനെയും പരസ്യമായി വഴക്ക് പറയുന്ന സഞ്ജീവ് ഗോയങ്കയുടെ ദൃശ്യങ്ങൾ IPL വേദിയിലെ മോശം കാഴ്ചകളിൽ ഒന്ന്. ഇന്ന് മുംബൈ ഇന്ത്യൻസ് ബൗളർമാർക്ക് വെല്ലുവിളിയാവുക നിക്കോളാസ് പുരാന്റെ തകർപ്പൻ ഫോം തന്നെയാണ്. 3 മത്സരങ്ങളിൽ 63 റൺ ശരാശരിയിൽ 189 റൺസാണ് നിക്കോളാസ് പുരാൻ ഇതുവരെ ഈ IPL-ൽ നേടിയത്. അതും 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് ഈ പ്രകടനമെന്നതും ശ്രദ്ധേയം. ഇനി LSGയും മുംബൈയും തമ്മിലുള്ള നേർക്കുനേർ പോരിന്റെ കണക്കുകൾ പരിശോധിക്കാം. നേർക്കുനേർ പോരിൽ 5 IPL കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസിന് എന്നും ബാലികേറ മലയാണ് LSG എന്ന് കാണാം. ആകെ കളിച്ച 6 മത്സരങ്ങളിൽ 5-ലും മുംബൈ ഇന്ത്യൻസ് തോറ്റു. 2023-ൽ ജയിച്ച ഒരേയൊരു ജയം മാത്രമാണ് മുംബൈയുടെ അക്കൗണ്ടിലുള്ളത്. ഇനി കഴിഞ്ഞ സീസണിലെ കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ സീസണിൽ 2 മത്സരങ്ങൾ കളിച്ചു, 2-ലും മുംബൈ ഇന്ത്യൻസ് തോറ്റു. ആദ്യ മത്സരത്തിൽ 4 വിക്കറ്റിനും 2-ാമത്തെ മത്സരത്തിൽ 18 റൺസിനുമായിരുന്നു മുംബൈയുടെ തോൽവി. IPL 4-ാം റൗണ്ട് മുന്നേറുമ്പോൾ ഒരു ജയമെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാ ടീമുകളും. ഈ അപ്രവചനീയത തന്നെയാണ് IPL 18-ാം അംഗത്തിന്റെ ആവേശം. മുംബൈ ഇന്ത്യൻസിന് കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട് ലക്നൌ സൂപ്പർ ജയൻസിനോട്. ഇനി ലക്നൌവിലെ സൂപ്പർ പോരിലേക്ക്.